സംഘം തന്നെ സ്ഥിരീകരിക്കുന്ന വിവരങ്ങളാണ് നമ്മൾ പുറത്തുവിടുന്നത്. ട്രക്ക് അർജുന്റേതാണ്, അത് ഭാഗങ്ങളായി കിടക്കുന്നു എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. അതെ, അത്തരത്തിൽ തന്നെയാണ് സ്ഥിരീകരണം ഈ ഒരു ഘട്ടത്തിൽ വരുന്നത്. നദിക്ക് അടിഭാഗത്ത് അതായത് 20 മീറ്റർ വരെ മാറിക്കൊണ്ടാണ്, കടയിൽ നിന്ന് മാറിക്കൊണ്ടാണ് ഇത്തരത്തിൽ മെറ്റൽ പാർട്ടുകൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ലോറിയെ തന്നെയാണ് എന്നുള്ള സ്ഥിരീകരണമാണ് ഈ ഒരു ഘട്ടത്തിൽ റെസ്ക്യൂ വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. നേരത്തെ പരിശോധനകൾ ആ തരത്തിൽ ഏതാണ്ട് 10 തവണയോളം ഡ്രോൺ ആ മേഖലയിൽ പറത്തിക്കൊണ്ടാണ് നിരീക്ഷണം നടത്തിയിരുന്നത്. ആ നിരീക്ഷണത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്താണ് അത്തരമൊരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഏത് ഭാഗത്താണ് ഇതിന്റെ ക്യാബിൻ പാർട്ട് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത ഉടനടി തന്നെ വരുത്തേണ്ടതുണ്ട്. അത് സംബന്ധിച്ചുള്ള പരിശോധനകൾ വീണ്ടും ഉണ്ടാക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതനുസരിച്ച് മേജർ ജനറൽ ഇന്ദ്രപാലൻ നദിയിലേക്ക് ഇറങ്ങി തന്നെ അത്തരത്തിലുള്ള പരിശോധനകൾക്ക് നേതൃത്വം നൽകുമെന്നുള്ള വിവരവും ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ ക്യാബിൻ ഭാഗം ആദ്യം കണ്ടുപിടിക്കുക എന്നുള്ളതിന് തന്നെയായിരിക്കും പ്രഥമ പരിഗണന. ക്യാബിനിലേക്ക് എത്രയും പെട്ടെന്ന് നേവി സംഘത്തിന്റെ സഹായത്തോടുകൂടി എത്തിച്ചേരുക, അർജുനെ പുറത്തേക്ക് എത്തിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമാണ് ഇനി ഈ ഒരു ദൗത്യ സംഘത്തിന് മുൻപിലുള്ളത്. അതിന് പിന്നാലെ തന്നെ ആ വാഹനം കഴിയുമെങ്കിൽ പുറത്തേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഒരു ഇമേജ് കൃത്യമായി വിലയിരുത്തിയതിന് ശേഷം ഇന്ന് അല്പസമയം കഴിയുന്നതിന് പിന്നാലെ തന്നെ നേവി സംഘം ഡൈവിംഗിന് വേണ്ടി പുറപ്പെടാനുള്ള സാധ്യതയാണ് ഈ ഒരു ഘട്ടത്തിൽ കാണുന്നത്. കാരണം വലിയ തരത്തിലുള്ള ഒഴുക്ക് ആ നദിയിലുണ്ട്. ആ ഒഴുക്കിയൊക്കെ അവഗണിച്ചുകൊണ്ട് നേരത്തെ തന്നെ 2 ശ്രമങ്ങൾ അതായത് സംഘം നടത്തിയിട്ടുള്ളതാണ്, നേവി സംഘം നടത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ട് കൃത്യമായി ആ ഇമേജ് വരുന്ന മുറയ്ക്ക് തന്നെ ആ ഒരു ക്യാബിൻ പാർട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ നമ്മുടെ അർജുൻ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുകയും അർജുനെ അങ്ങനെ കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ പുറത്തെത്തിക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഈ ദൗത്യ സംഘത്തിന് മുൻപിലുള്ള ഏക ആശ്രയം എന്ന് പറയുന്നത്. ആ ഏക ഒരു ദൗത്യം എന്ന് പറയുന്നത് ആ ഒരു വെല്ലുവിളികൾ നിറഞ്ഞതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല. ആ തർക്കം ഇല്ലാത്ത പശ്ചാത്തലത്തിൽ തന്നെ അത്തരത്തിൽ അർജുനെ പുറത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ മാത്രമായിരിക്കും ദൗത്യ സംഘത്തിന് മുൻപിലുള്ള ഒരു വെല്ലുവിളിയായി നിലനിൽക്കുക എന്ന കാര്യത്തിലും തർക്കമില്ല. എന്തായാലും ഇങ്ങനെയൊക്കെയാണെങ്കിലും ആ ഇമേജിനെ ആശ്രയിച്ചുകൊണ്ട് നേരത്തെ ലഭിച്ച സോണാറുകളുടെ ദീപക്, ഇപ്പോൾ ഈ ഡ്രോണിൽ നിന്ന് കിട്ടിയ സൂചനകൾ ആ ലോഹഭാഗം എവിടെയാണ് എന്നത് ഇപ്പോൾ അവിടെ പുഴയിൽ തുടരുന്ന നേവി ടീമിനും കൈമാറി കഴിഞ്ഞു കാണുമല്ലോ. ഇപ്പോൾ അവിടെ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലൻ അടക്കം പുഴയിലുണ്ടോ? നിലവിൽ ഈ നേവി സംഘത്തെ ഉൾപ്പെടെയുള്ള ആളുകൾ പുഴയിലുണ്ട്. അവർക്ക് പരിശോധന നടത്താനുതകുന്ന സാഹചര്യം അല്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതായത് കനത്ത അടിയൊഴുക്കുള്ളത് കൊണ്ട് തന്നെ അതിലേക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിവിശേഷമുണ്ട്. വാഹനത്തിനെയാണെന്ന് ഹൈബോർഡ് പരിശോധനയിൽ ഇതിനോടൊപ്പം തന്നെ സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതേസമയം ഈ ട്രക്കിന്റെ ക്യാബിൻ എവിടെ എന്നുള്ളത് കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഹൈബോർഡ് പരിശോധന ഇപ്പോഴും അതിനെ തുടരുകയും ചെയ്യുന്നുണ്ട്. കാരണം അതിൽ നിന്നും ലഭിച്ചിരിക്കുന്ന സിഗ്നലുകൾ കൃത്യമായി തന്നെ പരിശോധിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ മനുഷ്യ സാന്നിധ്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കേണ്ടി വരും. അതിപ്പോൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ വീണ്ടും ആ ദൗത്യം തുടരേണ്ടതുണ്ട്. അത്തരത്തിൽ അർജുൻ ക്യാബിനകത്തുണ്ടോ, ആ ക്യാബിൻ ഏത് ഭാഗത്താണ് കിടക്കുന്നത്, എത്ര പാർട്ടുകളായാണ്, 3 പാർട്ടുകൾ എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ പാർട്ടുകളിൽ ഏത് ഭാഗത്താണ് ക്യാബിൻ സ്ഥിതി ചെയ്ത് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു കൃത്യതയിലേക്ക് പോകേണ്ടി വരും. ആ പുഴയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ദീപക് മലയമ്മ, നമുക്ക് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ സ്പെസിഫിക് ഇൻഫർമേഷൻ ഫ്രം സ്പോട്ട് ആണ്. അതിൽ കൃത്യമായി അവർ പറയുന്നു 3 ഇടങ്ങളിൽ ലോഹഭാഗങ്ങളുടെ സിഗ്നലുകൾ സ്ട്രോങ് ആയി തന്നെ കാണിക്കുന്നു. അത് പുഴയിൽ വീണ മറ്റു വാഹനങ്ങളും അതിൽ ഈ ഭാഗങ്ങളോട് ചേർന്ന് കിടക്കുന്നുണ്ടാകാം. ടാങ്കറുകളും പുഴയിൽ പെട്ടു എന്ന സർക്കാരിന്റെ തന്നെ ഔദ്യോഗിക റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അർജുന്റെ ട്രക്ക് അതിൽ ഉണ്ട് എന്നുള്ളത് വ്യക്തമാകുന്നു. ഈ ക്യാബിൻ ഭാഗം എവിടെയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഡൈവേഴ്സ് അവിടേക്ക് എത്രയും പെട്ടെന്ന് എത്തുക, അതാണ് ഇനിയുള്ള മണിക്കൂറിൽ നടക്കേണ്ട കാര്യം. ആ രീതിയിൽ എല്ലാ സന്നാഹങ്ങളും ഒരുക്കിയവർ കാത്തു നിൽക്കുമ്പോൾ അടിയൊഴുക്ക് മൂലം താഴേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് താഴേക്ക് പോയ നാവിക സംഘം തിരിച്ച് ഈ ഡിങ്കി ബോട്ടിലേക്ക് തന്നെ കയറുന്നതാണ് നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടത്. ഇപ്പോഴും അങ്ങനെ തന്നെയുള്ള സാഹചര്യമാണോ? അവിടെ അടിയൊഴുക്കിനെ അവഗണിച്ചുകൊണ്ട് അവർക്ക് വീണ്ടും ഇറങ്ങി പരിശോധിക്കാൻ കഴിയുമോ? പുഴയുടെ അടിത്തട്ടിൽ ട്രക്ക് കിടക്കുന്ന ഇടം, ട്രക്കിന്റെ ക്യാബിൻ അടക്കമുള്ള പൊസിഷൻ ഇപ്പോൾ മനസ്സിലായ സാഹചര്യത്തിൽ അവിടേക്ക് എന്ത് വില കൊടുത്തും ഇറങ്ങുക, അങ്ങനെയുള്ള ഒരു ജീവൻ മരണ പോരാട്ടത്തിലേക്ക് അവർ നീങ്ങുമോ? അതോ ഈ അടിയൊഴുക്ക് മാറാൻ കാത്തു നിൽക്കുമോ? എന്താണ് അവിടെ ഇപ്പോൾ സംഭവിക്കുന്നത്?
ദീപക് മലയമ്മയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം തുടരുന്നത്. ട്രക്ക് അർജുന്റേത് തന്നെയാണ്, ഇപ്പോൾ പുഴയിൽ കിടക്കുന്ന ട്രക്ക് അർജുന്റേത് തന്നെയാണെന്ന് സ്ഥിരീകരിക്കുന്നു. ഇനിയിപ്പോൾ ക്യാബിൻ ഭാഗത്ത് എത്തിയുള്ള പരിശോധനയാണ് നടക്കേണ്ടത്. ഇന്റലിജന്റ് ബറീഡ് ഒബ്ജക്ട് ഡിറ്റക്ഷൻ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് അവിടെ തുടരുന്നത്. അതനുസരിച്ച് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന സ്ട്രോങ്സ്റ്റ് സിഗ്നൽസ് 3 ഭാഗങ്ങളിൽ നിന്നാണ്. അവിടെ നിന്നുള്ള തത്സമയ വിവരങ്ങളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ദൗത്യ